ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الإخوان أوصيكم وإياي بتقوى സഹോദരന്മാരെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടെ അല്ലാഹുവിന് മുമ്പിൽ ഹാജരാക്കപ്പെടാനുള്ള സമയം നമ്മുടെ ജീവിതത്തിൽ അടുത്തു വരികയാണ് എന്ന ബോധത്തോടെ അവൻ്റെ കൽപ്പനകളെയും പാലിക്കാനുള്ള സൂക്ഷ്മതയും അതിന് വിരോധിച്ച കാര്യങ്ങളോടും എല്ലായ്പ്പോഴുമുള്ള അകർച്ചയും പാലിക്കുക നമ്മോട് അവൻ ആവശ്യപ്പെട്ടത് അത് മാത്രമാണ്. അല്ലാഹു നമ്മെ അതിന് സഹായകമാവട്ടെ. അതിൻ്റെ ടോപ്പിക് ആവശ്യത്തിൽ നമുക്ക് ലഭിക്കുമാറാവട്ടെ. ഇന്ന് ഞാൻ ഒന്നിലധികം വിവാഹം ചെയ്യുന്നതിനെ പറ്റിയുള്ള ചില കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ് മനസ്സുകൊണ്ട് തീരുമാനിച്ചത്. ഈ സമയം അതിന് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദീനിയായ ഒരു വിഷയം അത് സ്വതന്ത്രമായി നമ്മൾ അത്തരമൊരു കാര്യത്തെപ്പറ്റി മാത്രമായി സംസാരിച്ചത് അടുത്ത കാലത്തൊന്നുമില്ല എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. മറ്റൊന്ന് ചില ചുറ്റുപാടുകളാണല്ലോ നമ്മുടെ ചില കാര്യങ്ങൾ പറയാൻ പ്രേരിപ്പിക്കാറ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഇപ്പോഴും ആ തരത്തിലുള്ള ഒരു സംസാരം ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്നതിനെല്ലാം നാം പള്ളിയിൽ വെച്ച് ക്ലാസ് ആക്കി മാറ്റേണ്ടതില്ലെന്ന് എനിക്കറിയാം. പക്ഷേ വിശുദ്ധ ഖുർആൻ പറഞ്ഞ സത്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന വസ്തുതകൾ, ആ സത്യങ്ങളും വസ്തുതകളും മറക്കപ്പെടുകയും വിസ്മരിക്കപ്പെടുകയും ചെയ്യുക, തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്ന് കാണുമ്പോഴുണ്ടാകുന്ന വേദന നിങ്ങൾക്കുണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ദീർഘിപ്പിക്കാതെ നിങ്ങൾ ശ്രദ്ധയിൽ ഓർമ്മയിൽ കൊണ്ടുവരിക. ഒന്ന്, നാം ഏത് വിഷയത്തെപ്പറ്റി പഠിക്കുമ്പോൾ ചെയ്യാറുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം ഖുർആനിൽ എവിടെയാണ് പറഞ്ഞത്, ഏത് വിധത്തിലാണ് അവതരിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം എങ്ങനെയാണ് സഹാബികളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്, മതത്തിൽ അതിൻ്റെ വിധി എന്താണ്, ഇങ്ങനെയൊക്കെയാണ് ആ പഠിക്കുന്നതിൻ്റെ രീതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ആദ്യം ആ വിഷയത്തിലുള്ള ഖുർആൻ ആയത്തുകളുടെ കൂടെ പോകാം. സൂറത്തുൻ നിസായിലെ 3-ാമത്തെ വചനത്തിൽ വൈൻ ഖിഫ്തും അല്ലാ തഖ്സിതു ഫിൽ യതാമ ഫൻകിഹു മാ അതാബ ലക്കും മിനൻ നിസായി മസന വസുലാസ വറുബാ വൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ ഔ മാ മലക്കത് അയ്മാനുക്കും ദാലിക അല്ലാ തഅദലു. ഇതാണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തെപ്പറ്റി പറയുന്ന ഒരായത്ത്. വൈൻ ഖിഫ്തും അല്ലാ തഖ്സിതു ഫിൽ യതാമ, അനാഥകളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് നീതി കാണിക്കാൻ കഴിയില്ല എന്ന് ഭയപ്പെടുകയാണെങ്കിൽ, ഫൻകിഹു നിങ്ങൾ വിവാഹം ചെയ്തോളൂ, മാ ത്വാബ ലക്കും മിനൻ നിസായി സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് നന്നായി തോന്നുന്നവരെ, മസന രണ്ടാമത്തേവളായി, സുലാസ അല്ലെങ്കിൽ മൂന്നാമത്തേവളായി, റുബ അല്ലെങ്കിൽ നാലാമത്തേവളായി വിവാഹം വെച്ചോളൂ. നീതി കാണിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് ഭയം തോന്നുമെങ്കിൽ ഫവാഹിദ, ഒന്ന് മാത്രമേ ആവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മാ മലക്കത്ത് അയ്മാനിക്കും, നിങ്ങളുടെ സംരക്ഷണയിലുള്ള അടിമകളായ സ്ത്രീകളെ നിങ്ങൾക്ക് ഭാര്യമാരെ പോലെ ജീവിക്കാൻ അവരുമായി. അതിനല്ലാത്തവരും നിങ്ങൾ അതിക്രമം ചെയ്യാതിരിക്കാൻ, അക്രമികളാവാതിരിക്കാൻ ഏറ്റവും നല്ല സമീപനം അതാവും. പറയുമ്പോൾ ഖുർആൻ അത് പറയാൻ ഉപയോഗിച്ച വാക്കുകൾ, അത് ഉപയോഗിച്ച സന്ദർഭങ്ങൾ എല്ലാം പ്രധാനമാണ്. സൂറത്തുൻ നിസാഇന്റെ ആദ്യ ഭാഗത്തിൽ ഈ അനാഥകളുമായി ബന്ധപ്പെട്ട വിഷയത്തെപ്പറ്റി സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, അനാഥകളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് നീതി കാണിക്കാൻ കഴിയില്ല എന്ന് ഭയപ്പെടുന്നുവെങ്കിൽ എന്നാണ് സംസാരത്തിന് തുടക്കം. അതെന്തേ ഒന്നിലധികം വിവാഹം കഴിക്കുന്ന വിഷയം അവതരിപ്പിക്കുന്നതിൻ്റെ കൂടെ അനാഥകളെ കൂട്ടി പറയാൻ കാരണം?
അത് നമ്മുടെ രണ്ട് വിഷയമല്ലേ. അനാഥകളോട് നീതി കാണിക്കുക, അവരോട് മര്യാദ കാണിക്കുക എന്നുള്ള വേറൊരു വിഷയമാണ്, ഒന്നിലധികം വിവാഹം കഴിക്കുക എന്നുള്ളത് വേറൊരു വിഷയമാണ്. പക്ഷെ ഖുർആൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടും കൂടി ഒരുമിച്ചാണ്. അതിൻ്റെ കാരണം എന്തേ? അപ്പോൾ നാം ആ വചനം ഇറങ്ങാനുണ്ടായ സാഹചര്യങ്ങളോ സഹാബികൾ ഇത് മനസ്സിലാക്കിയതിനെ പറ്റിയോ അന്വേഷിക്കേണ്ടി വരും. സഹാബികൾ പറയുന്നു, ഇതിൻ്റെ അർത്ഥം ഇതാണ്: ഞങ്ങളുടെ ഇടയിൽ പണ്ട് കാലത്ത് ഇങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒരാൾ അനാഥയായ പെൺകുട്ടിയെ സംരക്ഷിക്കും, ഒന്നിലധികം കുട്ടികളെ സംരക്ഷിക്കും. അയാളുടെ ജ്യേഷ്ഠൻ്റെയോ അനിയൻ്റെയോ ഒന്നും മക്കളാവണം എന്നില്ല, രക്തബന്ധമില്ലാത്ത മരിച്ചുപോയ ഒരാളുടെ മക്കളെ അയാൾ സംരക്ഷിക്കും. ആ കുട്ടികളുടെ ധനമെടുത്ത് ആ കുട്ടികളെ വളർത്തും, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഈ കുട്ടികൾ പ്രായപൂർത്തിയാവുമ്പോൾ ഇയാൾ ചിലപ്പോൾ ഈ കുട്ടികളെ തന്നെ ഏതെങ്കിലും ഒന്നിനെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കും. ആരോടും ചോദിക്കേണ്ടതില്ല, ഇയാളാണ് രക്ഷകർത്താവ് ഇയാളാണ്. അപ്പോൾ ഇയാൾ തന്നെ ഈ കുട്ടിയെ തിരഞ്ഞെടുക്കും ഭാര്യയായിട്ട്. അതിനവർ ഉദ്ദേശിച്ചിരുന്ന ഒരു ചീത്ത ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ, അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ആവശ്യമായ മഹർ കൊടുക്കേണ്ട, അതുപോലത്തെ കുട്ടികൾക്ക് ഒരു പെണ്ണിന് കൊടുക്കേണ്ട മഹറൊന്നും കൊടുക്കേണ്ടതില്ല. അതുപോലെ ഈ കുട്ടികളോട് മറ്റ് സ്ത്രീകളോട് കാണിക്കുന്ന പോലെ കടപ്പാടുകളൊന്നും നിർവഹിക്കേണ്ടതില്ല. കാരണം അവൾ ആരോടാ പരാതി പറയേണ്ട ആൾ തന്നെ അവളെ കെട്ടിയിരിക്കുന്നത്. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അനാഥ കുട്ടികളെ വിവാഹം കഴിക്കേണ്ട എന്ന് പടച്ചവൻ പറഞ്ഞില്ല. പക്ഷെ അനാഥ കുട്ടികളെ നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് ആ കുട്ടികളോട് മഹറിന്റെ വിഷയത്തിലും മറ്റു വിഷയത്തിലും നീതി കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ അനാഥ കുട്ടികളെ ദ്രോഹിക്കുന്നത്? അവരെ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടികളെ കല്യാണം കഴിച്ചോ, ഒന്ന് മാത്രമാവണ്ട, രണ്ടാമത്തെവളോ നാലാമത്തെവളോ വരെ ആയിക്കോട്ടെ. ഇതാണ് ആ അവതരണത്തിന്റെ രീതി, ഖുർആൻ പറയാനുള്ള രീതി. ഇവിടെ ഈ ആയത്ത് പഠിക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വേണ്ട, അനാഥകളെ സംരക്ഷിക്കാൻ സാധിക്കാത്ത സന്ദർഭത്തിൽ മാത്രമാണ് ഇങ്ങനെ അനുവദിച്ചത് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അത് ഖുർആന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഖുർആൻ അതിൻ്റെതായ ഒരു രീതിയും ശൈലിയും ഉണ്ട്, എങ്ങനെയാ ഖുർആൻ അവതരിപ്പിക്കാറ്. പിന്നെ നാം നോക്കാറ് ഒരു വചനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചു തന്നു, ഖുർആനിലെ മറ്റായത്തുകൾ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അള്ളാഹു ഇങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അറബികൾക്കിടയിൽ സഹാബികൾക്കിടയിൽ ചിലരിൽ അറബികൾക്കിടയിൽ അനാഥകളായ കുട്ടികളെ സംരക്ഷിക്കുന്ന ചില ആളുകൾ ആ കുട്ടികളെ തന്നെ പിന്നെ വിവാഹം കഴിക്കുകയും അവർക്ക് വേണ്ട കടമകളും ബാധ്യത നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നപ്പോൾ ആ ദ്രോഹം അനാഥ കുട്ടികളോട് കാണിക്കരുത്, നിങ്ങൾ അവരുടെ പാട്ടിനെ വിട്ടേക്കുക, മറ്റു സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിച്ചോളൂ, 4 പേരെ ആവുകയും ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. ഒരേ സമയം 2 കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നത് ഖുർആൻ ആയത്തിന്റെ പൊതുരീതിയാണ് താൻ. ഈ ആയത്ത് മാത്രം എടുത്ത് പഠിച്ചാൽ കിട്ടാവുന്ന ചിന്തകൾ, പാഠങ്ങൾ ഇതൊക്കെയാണെന്ന് എണ്ണിക്കോട്ടെ ഞാൻ. ഒന്ന്, ഈ അനാഥകളായ കുട്ടികളത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി, ഒരു ചെറിയ ദ്രോഹം പോലും അവർക്ക് നേരെ സംഭവിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കാരണം ആ കുട്ടികൾ ഉപ്പാനെ തിരിച്ചു വിളിച്ചത് പടച്ച റബ്ബാ. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഏത് പ്രായത്തിൽ സംഭവിച്ചാലും ഞങ്ങളൊപ്പുണ്ടായിരുന്നെങ്കിൽ എന്നവർ വേദനിക്കും. ആ വേദന സത്യത്തിൽ പടച്ചവന്റെ മുമ്പിൽ അവർ സമർപ്പിക്കുന്നത്. പടച്ചവനെ, നീ എന്തിന് ഞങ്ങളൊപ്പാനെ എന്നാണ്. അതുകൊണ്ട് ഖുർആൻ ഉടനീളം കാണാം. നിങ്ങൾക്കറിയാം ഖുർആനിലെ യതീം, ഐതാം, യതാമ എന്ന പദങ്ങളുടെ പ്രയോഗങ്ങൾ. അനാഥ കുട്ടി, ഈ നിലക്ക് പോലും ദ്രോഹം. അതിപ്പോൾ ആരും അറിയാത്തൊരു ദ്രോഹമാണ്, ശരിക്കും പുറമേ കറഞ്ഞോളന്നില്ല അങ്ങനെ. പക്ഷെ അതുപോലും ശ്രദ്ധിച്ചിട്ട് പടച്ചോൻ പറഞ്ഞു, ഈ വിധത്തിൽ പോലും പരോക്ഷമായി പോലും ദ്രോഹിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് ഈ ആയത്ത് കൊണ്ട് കിട്ടുന്ന പാഠം, ഒന്നിലധികം വിവാഹം കഴിക്കുക എന്നത് അനുവദനീയമാണ്, പക്ഷെ 4-ലപ്പുറം പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. മൂന്നാമത് ആയത്ത് വളരെ കണിശമായി പറയുന്നത്, നീതി പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ രണ്ടാമതൊന്നിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഒരാൾക്ക് സ്വയം അറിയാം തനിക്ക് നീതി കാണിക്കാൻ കഴിയില്ല. അതെങ്ങനെ ഒരാൾക്കറിയാം?